നമസ്കാരം. സാധാരണ ജനങ്ങൾ ഉദാത്തമായ ജനാധിപത്യ പ്രതിരോധം തീർത്ത തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. വലിയ നേതാക്കൾ പോലും ഭയന്ന കാര്യങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ ധീരതയോർത്ത് അതിശയിക്കുകയാണ് പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവായ ശരത് പവാർ. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ തിരുത്താമെന്ന് അയോധ്യയിലെ ജനങ്ങൾ തെളിയിച്ചുവെന്നാണ് ശരത് പവാർ പറഞ്ഞത്. 5 വർഷം മുമ്പ് ബി.ജെ.പി. 300-ലധികം സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ ഇത്തവണ അവരുടെ എണ്ണം 240 കുറഞ്ഞു. അവരുടെ 60 സീറ്റുകൾ കുറഞ്ഞുവെന്ന് ഫലം കാണിക്കുന്നു. ഈ കുറവിൽ ഉത്തർപ്രദേശ് ഒരു പ്രധാന സംസ്ഥാനമാണ്. കാരണം അവിടെയുള്ള ആളുകൾ വ്യത്യസ്തമായ വിധിയാണ് തിരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. രാമക്ഷേത്രം തിരഞ്ഞെടുപ്പ് അജണ്ടയായിരിക്കുമെന്നും ഭരണകക്ഷിക്ക് വോട്ട് ലഭിക്കുമെന്നും താൻ പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജ്ഞാനികളാണെന്നും പവാർ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് തേടുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ബി.ജെ.പിക്ക് പരാജയം നേരിടേണ്ടി വരികയും ചെയ്തുവെന്ന് മുതിർന്ന രാഷ്ട്രീയക്കാരനായ പവാർ വിലയിരുത്തി. ക്ഷേത്ര നഗരമായ അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് പാർലമെന്ററി മണ്ഡലത്തിലെ വലിയ അട്ടിമറിയിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് സിറ്റിംഗ് എം പി ലല്ലൻ സിംഗിനെ 54,567 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ക്ഷേത്രം തിരഞ്ഞെടുപ്പ് അജണ്ടയായി ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ടെന്നും എന്നാൽ ജനങ്ങൾ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇന്ത്യ ബ്ലോക്കിലെ പ്രധാന അംഗമായ പവാർ പറഞ്ഞു. വോട്ട് തേടാനുള്ള തെരഞ്ഞെടുപ്പ് അജണ്ടയായി ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നതിൽ തങ്ങൾ ഭയപ്പെട്ടിരുന്നതിനാൽ ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ തിരുത്താമെന്ന് അയോധ്യയിലെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പവാർ ഇന്ത്യയിലെ ജനാധിപത്യം അചഞ്ചലമായിരിക്കുന്നത് രാഷ്ട്രീയം കൊണ്ടല്ല, മറിച്ച് ജനങ്ങളുടെ കൂട്ടായ മനസാക്ഷി മൂലമാണെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ളവർ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ ജനങ്ങൾ അവരെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നരേന്ദ്രമോദി ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ സ്വന്തം നിലയിലല്ല. ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷിന്റെയും സഹായം സ്വീകരിച്ചാണ് എന്നും പവാർ ചൂണ്ടിക്കാട്ടി. മറ്റുള്ളവരുടെ സഹായത്തോടെ സർക്കാർ നടത്തുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അവഗണിക്കാൻ കഴിയില്ലെന്നും അത്തരത്തിലുള്ള സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ NDA സഖ്യകക്ഷികളെ ആശ്രയിക്കുന്നുവെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചതിന് പിന്നാലെയാണ് പവാർ മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തെ നയിക്കാനുള്ള ധാർമ്മിക അധികാരമുണ്ടോ എന്ന് പവാർ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പവാറിനെ അലഞ്ഞു തിരിയുന്ന ആത്മാവ് എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച പവാർ ശാശ്വതമായതിനാൽ ഈ ആത്മാവ് നിങ്ങളെ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പും നൽകി. മഹാരാഷ്ട്രയിൽ പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP മത്സരിച്ച 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8-ലും വിജയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് രേഖപ്പെടുത്തിയ NCP മഹാരാഷ്ട്രയിൽ ഇന്ത്യ ബ്ലോക്കിന്റെ വിജയം യാഥാർത്ഥ്യമാക്കി. മുന്നണി ഭരണം ദുർബലമാക്കുന്ന മോദിക്ക് ശരത് പവാർ വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.